എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മെഡിസെപ്പ് ID കാർഡ് എങ്ങനെയാണ് റീസൈസ് ചെയ്ത് ലാമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ മെഡിസെപ്പിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. സൈറ്റ് എന്ന് പറയുന്നത് medisep.kerala.gov.in എന്ന് പറഞ്ഞ സൈറ്റാണ്. ഈ സൈറ്റിൽ വന്നതിന് ശേഷം താഴെ മെഡ് കാർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മെഡ് കാർഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു വാർണിംഗ് സൈൻ കാണിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അഡ്വാൻസ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് റിസ്ക് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെഡിസെപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ ഇൻ ചോദിക്കുന്നുണ്ട്. സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ബെനിഫിഷ്യറി തന്നെ ആയിരിക്കണം കിടക്കുന്നത്. ഇവിടെ നമ്മുടെ മെഡിസെപ്പ് ID ടൈപ്പ് ചെയ്യണം. അതിന് ശേഷം പെൻഷൻ ആണെങ്കിൽ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ നമ്പർ, എംപ്ലോയി ആണെങ്കിൽ പെൻ നമ്പറോ എംപ്ലോയി IDയോ കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ ആയി കഴിയുമ്പോൾ അവിടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നതാണ്. ഇതിന് ശേഷം ഏറ്റവും താഴെ ഡൗൺലോഡ് ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ് ആവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് റീസൈസ് ചെയ്യേണ്ടതാണ്. കാരണം ഈ പെൻഷൻ്റെ മെഡിസെപ്പ് ID എന്ന് പറയുന്നത് അവർ വന്നിരിക്കുന്നത് ഒരു വേറൊരു സൈസിലാണ്. 22 സെൻറ്റിമീറ്ററൊക്കെ ഉള്ള ഒരു വലിയൊരു കാർഡിൻ്റെ രൂപത്തിലാണ് വന്നത്. പ്രത്യേകിച്ച് അതിനൊരു സൈസ് അവർ കൊടുത്തിട്ടില്ല. നമുക്ക് സാധാരണ ഒന്നെങ്കിൽ ലാമിനേറ്റ് ചെയ്തോ അതല്ലെങ്കിൽ PVC കാർഡായിട്ട് അടിച്ചോ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് ഇത് പ്രിൻ്റ് എടുക്കുവാണെങ്കിൽ വലിയ A4 സൈസിൽ തന്നെ ഷീറ്റിൽ തന്നെ ചിലപ്പം പ്രിൻ്റ് വരും. അതിനൊരു പ്രത്യേകം സൈസ് സെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മളത് എല്ലാ കാർഡും സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സൈസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയതിനു ശേഷം മെഡിസെപ്പ് ID ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യുക. മെഡിസെപ്പ് ID ഇതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് PDF-നകത്ത് 2 പേജാണുള്ളത്. 2 പേജ് നമുക്ക് ഓപ്പൺ ചെയ്യണം ഇതിനകത്ത്. അപ്പോൾ ഓപ്പൺ ആയി വരുമ്പോൾ 2 പേജസ് ഇതിനകത്ത് പ്രിവ്യൂ കാണിക്കും. അപ്പോൾ ആദ്യമേ തന്നെ 1 സെലക്ട് ആയി കിടക്കുമായിരിക്കും. ഇനി സെക്കൻഡ് പേജ് കൂടെ സെലക്ട് ചെയ്യുക. അപ്പം കൺട്രോളെ പ്രസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് പേജിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 പേജും ഹൈലൈറ്റ് ചെയ്യും. അതിന് ശേഷം ഓക്കെ കൊടുക്കണം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതിന് ഇപ്പുറമായിട്ട് നമുക്ക് റെസൊല്യൂഷൻ 300 സെറ്റ് ചെയ്യണം. ഡിഫോൾട്ടായിട്ട് 300 ആയിരിക്കും. അഥവാ 300 അല്ലെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് 300 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. നമ്മുടെ മെഡിസെപ്പ് ID 2 ഡോക്യുമെൻ്റായിട്ട് ഇതിനകത്ത് ഓപ്പൺ ആകുന്നതാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ ഒരു ID നമുക്ക് ID കാർഡിൻ്റെ അല്ലെങ്കിൽ ലാമിനേറ്റ് ചെയ്യേണ്ട അതും അല്ലെങ്കിൽ PVC കാർഡോ ഡൈ കട്ടറിൻ്റെ സൈസിലേക്ക് നമുക്ക് റീസൈസ് ചെയ്യേണ്ടതാണ്. റീസൈസ് ഇപ്പം നമുക്ക് PVC കാർഡിൻ്റെ സൈസിലേക്കാണെങ്കിൽ ഇമേജസ് എടുക്കുക. അതിനകത്ത് ഇമേജ് സൈസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇമേജ് സൈസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഹൈറ്റ് ആൻഡ് വിഡ്ത്തിൻ്റെ അവിടെ ഈ ഒരു ലോക്കിൻ്റെ ഒരു സൈൻ കാണും, ഒരു ചങ്ങലയുടെ. അതായത് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വിഡ്ത്ത് മാറ്റുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി പ്രൊപ്പോർഷണലായിട്ട് ഹൈറ്റ് മാറും. അത് നമുക്ക് വേണ്ട. അഡ്വാൻസ്ഡ് പുതിയ ഫോട്ടോഷോപ്പിലൊക്കെ ആണെങ്കിൽ ഒരു ചെയിൻ്റെ സൈൻ്റെ അവിടെ ഒരു ക്ലിക്ക് ചെയ്താൽ അത് മാറിപ്പോകും. പിന്നെ പഴയ CS3-ലൊക്കെ ആണെങ്കിൽ താഴെ ആയിട്ട് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. കൺസ്ട്രെയിൻ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അത് ടിക്ക് മാർക്ക് കളഞ്ഞതിന് ശേഷം മാത്രമേ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ചേഞ്ച് ചെയ്യാവുള്ളൂ. ഇനി നമ്മുടെ PVC കാർഡിൻ്റെ സൈസ് ആണെങ്കിൽ മില്ലിമീറ്ററിൽ എടുക്കുക. വിഡ്ത്ത് എന്ന് പറയുന്നത് 54 മില്ലിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 86 മില്ലിമീറ്ററുമാണ് PVC കാർഡിൻ്റെ സൈസ്. അതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഈ കൺസ്ട്രെയിൻ എന്നുള്ളത് മാറ്റിയാൽ മാത്രമേ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ കൺസ്ട്രെയിൻ മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇനി അതിന് ശേഷം അടുത്ത പേജ് എടുക്കുക. അതിനകത്തും ഇമേജ് എടുത്തിട്ട് ഇമേജ് സൈസ് എടുത്തതിന് ശേഷം കൺസ്ട്രെയിൻ ഓൺ ആണെങ്കിൽ ഈ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞ സാധനം ഓഫ് ചെയ്യുക. അതിന് ശേഷം വിഡ്ത്ത് 54 മില്ലിമീറ്റർ, ഹൈറ്റ് 86 മില്ലിമീറ്റർ കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ 2 കാർഡും നമ്മുടെ PVC കാർഡിൻ്റെ സൈസിലേക്ക് റീസൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു A4 എടുത്തതിന് ശേഷം A4-നകത്തോട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഇനി അഥവാ A4-നകത്തല്ല നിങ്ങളുടെ മറ്റേ കാർഡ് പ്രിൻ്ററാണെങ്കിൽ നേരിട്ട് കാർഡ് പ്രിൻ്ററിലോട്ട് പ്രിൻ്റ് കൊടുക്കാം. അല്ലെങ്കിൽ എപ്സൺ യൂസ് ചെയ്ത് PVC കാർഡിൽ ഡയറക്റ്റ് ഇൻജെറ്റ് വഴി പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റിലുള്ള ടെംപ്ലേറ്റിലേക്ക് നമുക്കിത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇത് നമ്മൾ ലാമിനേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ലാമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് A4 ഷീറ്റിലോട്ട് ആദ്യമേ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആദ്യമേ തന്നെ Ctrl N ക്ലിക്ക് ചെയ്തതിന് ശേഷം പുതിയൊരു ഡോക്യുമെൻ്റ് എടുക്കുക. അതിൽ നമ്മുടെ A4 സൈസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുമ്പ് നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ റെസൊല്യൂഷൻ 300 കൊടുത്തിരുന്നു. അപ്പോൾ പുതിയ ഡോക്യുമെൻറ്റ് A4 ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇവിടെ റെസൊല്യൂഷൻ 300 തന്നെ കൊടുക്കണം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളിത് ഡ്രാഗ് ചെയ്ത് അതിനകത്തോട്ട് പേസ്റ്റ് ചെയ്യുമ്പം ഇതിൻ്റെ സൈസ് ഒരു കാരണവശാൽ മാറിപ്പോയത്. നമ്മൾ 44x86 മില്ലിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ആ സൈസ് ഈ A4-ലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കഴിയുമ്പോൾ അത് അവിടെ ആ സെയിം സൈസിൽ തന്നെ കിട്ടണം. അപ്പോൾ 2 ഡോക്യുമെൻറ്റിൻ്റെ റെസൊല്യൂഷൻ ഒന്നായിരിക്കണം.
അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 300 കൊടുക്കുന്നത്. 300 ഹയർ റെസൊല്യൂഷൻസ് വേണമെങ്കിൽ കൊടുക്കാം, 600 ഒക്കെ കൊടുക്കാം, അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ എന്ത് കൊടുത്താലും ഒരേ റെസൊല്യൂഷൻ വേണം 2 ഡോക്യുമെൻറ്റും, എന്നാൽ മാത്രമേ കറക്റ്റ് സൈസിൽ നമുക്ക് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം Ctrl A കൊടുത്ത് സെലക്ട് ഓൾ ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുക, Ctrl A ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, നമ്മുടെ A4 വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് അറേഞ്ച് ചെയ്യാം. ഞാൻ സാധാരണ അറേഞ്ച് ചെയ്യുന്നത് ഇതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. രണ്ടും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും. ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസും ഒന്ന് ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യും. ഇനി അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 2 എണ്ണത്തിൻ്റെയും എൻഡാണ് ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻഡോ അതല്ലെങ്കിൽ തുടക്കം ഏതെങ്കിലും ഒരു സൈഡ് ഒരേപോലെ അലൈൻ ചെയ്യുവാണെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ ഒരു നടുക്കായിട്ട് തന്നെ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒട്ടിച്ച് ലാമിനേറ്റ് ചെയ്യുമ്പോൾ 2 സൈഡും, അതായത് അപ്പുറവും ഇപ്പുറം ഒരേ ഓറിയൻറ്റേഷനിൽ തന്നെ ആയിരിക്കും, അതായത് തലതിരിഞ്ഞൊന്നും പോവുകയില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഉദ്ദേശം നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു കാർഡിൻ്റെ അതേ ഏറ്റവും മിനിമം ഏരിയ ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും മിനിമം ഏരിയയിൽ പ്രിൻ്റ് എടുക്കാം. ഒരു A4 തന്നെ മിനിമം ഇതുപോലെ നമുക്ക് സ്റ്റാക്ക് ചെയ്യുവാണെങ്കിൽ 1 2 3 4 5 ഈ മെഡിസെപ്പ് ID കാർഡ് ഒരു A4 തന്നെ നമുക്ക് ഒരുമിച്ചെടുത്ത് പ്രിൻ്റ് ചെയ്തിട്ട് ലാമിനേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ലാമിനേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇനി ഞാനൊരു പ്രത്യേക സൈസ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിവിടെ റീസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലാണോ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ സാധിക്കുക ആ സൈസ് കൊടുക്കണം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇതിൻ്റെ ഈ കൺസ്ട്രെയിൻ എന്നുള്ളത് മാറ്റിയതിന് ശേഷം കൊടുക്കുക. അഥവാ നിങ്ങൾക്ക് കൺസ്ട്രെയിൻ മാറ്റാതെയും കൊടുക്കാം. അപ്പോൾ ഉള്ള എന്താ കാര്യം വെച്ചാൽ, ഈ കാർഡ് ചെയ്തിരിക്കുന്ന ഒരു കുറച്ച് നീളം കൂടുതലാണ്, വീതി ശകലം കുറവാണ്. അപ്പോൾ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ ആ ഒരു പ്രൊപ്പോർഷൻ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ലാമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഏത് സൈസ് കൊടുത്താലും അത് നിങ്ങൾ ഇവിടെ തന്നെ റീസൈസ് ചെയ്ത് അപ്പുറത്തെ പുതിയ ഡോക്യുമെൻറ്റിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റീസൈസ് ചെയ്യുന്നതാണ് വളരെ എളുപ്പം. അതല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് റൂളറൊക്കെ എടുത്ത് റീസൈസ് ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഒരു മെഡിസെപ്പ് ID ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഇനി ഇത്രയൊന്നും ചെയ്യാൻ മെനക്കെടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ആക്ഷന് വേണ്ടിയിട്ട് ഉള്ള ഫയൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ആക്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മെഡിസെപ്പ് ID ആക്ഷൻ യൂസ് ചെയ്ത് എങ്ങനെ റീസൈസ് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. ഞാനിത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്യണം. അത് വളരെ സിമ്പിളാണ്. ആദ്യമേ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഈ ആക്ഷൻ, അതായത് ഇപ്പം കൊടുത്തിരിക്കുന്ന മെഡിസെപ്പ് ലാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫയലിൻ്റെ നെയിം കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ഇത് ആഡ് ആകുന്നതായിരിക്കും. അപ്പോൾ അത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വിൻഡോസിൽ നിന്നും ആക്ഷൻ എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ആക്ഷൻസ്. അത് ഓപ്പൺ ചെയ്യുക. അതിൽ ഡിഫോൾട്ട് എന്നൊക്കെ കാണും. അതിൻ്റെ ഇടയ്ക്ക് മെഡിസെപ്പ് ലാമിനേഷൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് കാണും. അതിൽ മെഡിസെപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫയൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആവും. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇത്രയാണ്. നമ്മുടെ മെഡിസെപ്പ് ID ഒന്നുകൂടി ഇതിനകത്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ 2 പേജ് ഒരുമിച്ച് ഓപ്പൻ ചെയ്ത് വെക്കണം. വേറെ ഡോക്യുമെൻറ്റുകളൊന്നും ഇതിനകത്ത് കാണാൻ പാടില്ല, ഓപ്പൺ ചെയ്തിരിക്കാൻ പാടില്ല. മുമ്പ് പറഞ്ഞോടെ തന്നെ റെസൊല്യൂഷൻ ശ്രദ്ധിക്കുക, 300 തന്നെ ആയിരിക്കണം. ഇവിടെ നമ്മുടെ ഒന്നും മാറ്റം വരുത്തണ്ട, റെസൊല്യൂഷൻ മാത്രം 300 ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഓക്കെ കൊടുക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഈ ആക്ഷൻസിൽ മെഡിസെപ്പ് എന്ന് പറഞ്ഞാൽ ഇതേ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ പ്ലേ ബട്ടൺ ഉണ്ട്, പ്ലേ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്കിത് റീസൈസ് ചെയ്ത് ലാമിനേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് Ctrl P ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം എങ്ങനെയാണോ പ്രിൻ്റ് എടുക്കേണ്ടത് ജസ്റ്റ് പ്രിൻ്റ് കൊടുത്ത് ലാമിനേറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.